ഇന്ധനം കേറ്റുന്നതൊക്കെ കൊള്ളാം. വൈകിട്ട് പോകാൻ എനിക്ക് തലചുറ്റുന്ന ഷുഗർ കൂടി എന്നാന്ന് ഇവിടെ പറഞ്ഞേക്കല്ലേ. മക്കൾ എവിടെ മക്കളെ പോണേ? ഞാനാ അമ്മാന്റെ വീട്ടിലോട്ട് പോകുന്നില്ലേ? ഞാൻ ഇനി എങ്ങോട്ട് പോവാനാടാ? ഇനിയുള്ള കാലം വല്ല ഭാഗവതം വായിച്ച് ഇവിടെ അങ്ങ് കൂടാം. എന്നാ പിന്നെ ഇതങ്ങോട്ട് വായിക്കും. ശിവനേത് കൊറേ ഉണ്ടല്ലേ. മുണ്ടക്കേത്തേക്കുള്ള വണ്ടി എപ്പോഴാ? 4:30. ഞാൻ അങ്ങ് പൊയ്ക്കോളാം. എടാ മക്കളെ, നിനക്ക് അമ്മാവൻ ഇപ്പൊ ഒരു എക്സ്ട്രാ ഡെലിവറി ആയല്ലേ? എന്താ അധികപ്പറ്റായി എന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കോരിവലയിട്ട് നീ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നത്. അയ്യോ, അത് കോരിവലയല്ല, അതെന്നെ നിക്കറായിരുന്നു അമ്മാവ. അതിനൊക്കെ എങ്ങനെയാടാ നിക്കറെന്ന് പറയാൻ? കൊറേ തോളയുള്ള ഒരു നിക്കറിട്ടുണ്ടവൻ വന്ന്. അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം? നീ പഴയതൊക്കെ മറക്കുന്നു. ഞാൻ പഴയതൊക്കെ മറക്കുന്നോണ്ടാണ് അമ്മാവൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. എന്താടാ അങ്ങനെ ഒരു വർത്താനം? ഷുഗർ വന്ന് മുറിച്ചു കളഞ്ഞ എന്റെ അപ്പൂപ്പന്റെ തള്ളവരള് ആശുപത്രിയിൽ പോയി മേടിച്ച് മുദ്രപത്രത്തിൽ പതിപ്പിച്ച് എന്റെ അമ്മക്ക് കിട്ടേണ്ട സ്വത്തുകൾ അടിച്ചു മാറ്റിയ മുതലായി വന്ന് നിൽക്കുന്നത്. അത് അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തല്ലടാ മക്കളെ. 2 ഭാര്യമാര് 11 മക്കളുള്ള അമ്മാവനാണ് അറിവില്ലാത്തത്. അതുകൊണ്ടെന്താ അവരിട്ടിട്ട് പോയപ്പോ ഞാനല്ലേ വന്നത് നോക്കാൻ വേണ്ടി. അത് ഈ അമ്മാവൻ അറിയാടാ മക്കളെ. അതുകൊണ്ട് ആ സ്നേഹം ഈ അമ്മാവൻ നിന്നോട് എന്നും ഉണ്ടാവും. പിന്നെ മക്കളെ, അങ്ങ് മുണ്ടക്കേത്തോട്ട് പോവാൻ ഞാൻ എന്താ മടിക്കുന്നറിയാവോ? നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ രാത്രി ആവുമ്പോ ഭയങ്കര വെള്ളമടിയാ. പോലീസുകാരെ വിളിച്ചു പറയണം. പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ പിന്നെ അമ്മാവൻ ഏതെങ്കിലും ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുക്കണം. ഈ പ്രായത്തിൽ ഞാൻ ഏത് ഗുണ്ട അറിയാനാടാ? എന്റെ ഒരാളുണ്ട് മിണ്ടിയാ തല്ലുന്നത്. ആരടാ? എന്റെ വെണ്ണമ്പുള്ള കൊണ്ടുപോയി സമാധാനം കിട്ടട്ടെ. നടക്കുന്ന കാര്യമല്ല പറയടാ. ആർക്കാ? പിന്നെ ഒരാൾ ഉണ്ടായിരുന്നു മിണ്ടിയാ തല്ലുന്ന ആള്. ആരടാ? അപ്പുറത്തെ വീട്ടിലെ കൊച്ചാപ്പിച്ചാനെ കുറിച്ച് അറിയാവോ? നമ്മുടെ കപ്പലിന്റെ ഇറക്കുന്ന ചട്ടിയില് അത് മണക കുഴച്ച് തലമിച്ചിരിക്കുന്ന കയ്യാ. 150 ഓളൊക്കെ തല കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നു. എന്നിട്ട് കൊച്ചാപ്പിച്ച ഇപ്പൊ എവിടെയുണ്ട്? അങ്ങോട്ട് നോക്കേ, 2 ഓട് കമത്തിയിട്ട് ഒരു വിളക്ക് കത്തിച്ചേക്കുന്നുണ്ടോ? അവിടെ നടക്കണൊക്കെ പറയാം. ഇത് ആരെയും വിളിക്കുന്നേ? ഹലോ, ആരാ? ഹലോ, നമസ്കാരം. അതെ, പറയൂ. സദാശിവനല്ലേ? അതെ, സദാശിവനാണ്. നിങ്ങൾക്ക് നേരെ ഒരു കേസുണ്ട് കേട്ടോ. എന്തോ കേസ്? നിങ്ങള് മാങ്ങാണ്ടി അടുത്ത് കായലിലെറിഞ്ഞായിരുന്നോ? ഞങ്ങളുടെ മാങ്ങാണ്ടി ഒന്നും എടുത്ത് കായലിലെറിഞ്ഞിട്ടില്ല സാർ. എന്നാലേ ഇവിടെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവിടെ വയസ്സായ ആരെങ്കിലും ഉണ്ടോ? വയസ്സാളുണ്ടെന്ന് പറയുമ്പം ഒരു 4 തവണ വയസ്സായ ഒരാളുണ്ട്. ആരാണോ 4 തവണ പ്രായമായ? 18ാമത്തെ വയസ്സ് നിങ്ങൾക്ക് പ്രായമായി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 62. 18 × 4 62. 4 തവണ പ്രായമായില്ലേ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. സോറി സാർ. സാർ പറയൂ. എന്നാലേ ഇവിടുത്തെ CCTV ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ വയസ്സായ ആളാണ് മാങ്ങാണ്ടി അവിടെ അടുത്ത് ഇറങ്ങിയേക്കുന്നത് കണ്ടത് കേട്ടോ. ഓ, അതാണോ? അതിന് പകരം നിങ്ങൾ 1 ലക്ഷം രൂപ പൈസ അടയ്ക്കണം. 1 ലക്ഷം രൂപ? എന്താടാ മക്കളെ, മക്കൾക്ക് ഇനി മാങ്ങ വേണ? മിണ്ടാതിരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. ശരി. ദൈവമേ, 1 ലക്ഷം രൂപ! എടാ, ഞാൻ നേരത്തെ ചോദിച്ചില്ല നിനക്ക് മാങ്ങ വേണാന്ന്. ആണ്ടടാ, ഒരു മാങ്ങാണ്ടി കാരണം എനിക്ക് ഗോൾഡൻ മച്ച് മേടിച്ചു തന്നിട്ട് മക്കൾക്ക് മാങ്ങ വേണമെങ്കിൽ അമ്മാവൻ നേരെ മുണ്ടക്കേത്തോട്ട് പോയി കുറച്ചും കൂടെ മാങ്ങ പറക്കിയിട്ട് വരാം. മുണ്ടക്കയത്ത് ഇപ്പോഴും ആ മാവ് നിപ്പുണ്ട് മക്കളെ. എന്നാ അത് ഉടനെ മുറിക്കണം അമ്മാവ. എന്ത്? നിങ്ങളെ കർമ്മം ചെയ്യാൻ. നിങ്ങൾ എന്തോ പരിപാടിയാ കാണിച്ചത്? വല്ല മാങ്ങാണ്ടി എടുത്ത് കാലിലോട്ട് എറിഞ്ഞോ? 4 മാങ്ങ എറിഞ്ഞപ്പോ 4 മാങ്ങ അടി കിട്ടി. അതിനടുത്ത് കായലോട്ട് എറിഞ്ഞു. നിങ്ങൾ കാലിലോട്ട് എറിഞ്ഞത്? എടാ, നിനക്കാകപ്പാട 3 സെന്റേ ഉള്ളു. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഈ മാങ്ങാണ്ടിയിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അവസാനം മാവ് കിളുത്ത് നമ്മളെ വീടിനെക്കാളും പൊങ്ങിപ്പോവും. എന്നിട്ടത് മുറിക്കണമെങ്കിൽ 10-20,000 രൂപയും. 10-20,000 രൂപയാണ്. അത് എവിടുന്നേലും ഒപ്പിക്കായിരുന്നു. ഈ 1 ലക്ഷം രൂപ ഞാൻ എവിടുന്ന് ഒപ്പിക്കാനാ? അമ്മാവ വല്ലതും അറിഞ്ഞോ? എന്താടാ? നിങ്ങൾ ഇവിടുന്ന് മാങ്ങാണ്ടി എടുത്ത് കായലോട്ടിരുന്നില്ലേ? അത് ഏതോ ഒരുത്തെ ഷൂട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനെ അയച്ചു കൊടുത്ത്. അവരിപ്പോ ഇങ്ങോട്ട് അന്വേഷണത്തിന് വരുമെന്ന്. മക്കളെ, അമ്മാവ മുണ്ടക്കേത്തോട്ട് പോവുക. അവിടെ നിൽക്കി. അമ്മാവ ബസ്സിൽ കയറി തെള്ളിപ്പോണ്ട. കൊണ്ടുപോകാനുള്ള ജീപ്പ് ഇപ്പൊ വരും. മനുഷ്യനിവിടെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കിടന്ന പെടാപ്പാട് നമുക്കേ അറിയത്തുള്ളൂ. അന്നേരം മാങ്ങാട്ടിയുടെ രൂപത്തിൽ ഓരോന്ന് വന്ന് കേറുന്നല്ലോ എൻ ടീച്ചരാ. ആടണ്ടട മാങ്ങ തൂങ്ങണ്ടട മാങ്ങ എന്നെ മറന്നെങ്ങും പോകല്ലട മാങ്ങ. ആടണ്ടട മാങ്ങ തൂങ്ങണ്ടട മാങ്ങ എന്നെ മറന്നെങ്ങും പോകല്ലട മാങ്ങ. നിങ്ങളാണോ മാങ്ങാന്റെ അടുത്ത് കായലിലെറിഞ്ഞത്? അറിയാതെ പറ്റില്ല. കണ്ണിന് കാഴ്ചയില്ലാത്ത എന്റെ അമ്മാവനാണ്. അത് അറിയാതെ പറ്റിയതാണ്. നീ എന്ത് വീട്ടിൽ തരവാടായി വിളിച്ചു പറയുന്നേ? എനിക്ക് കണ്ണിന് കാഴ്ചയൊക്കെ ഉണ്ട്.
ഇതൊന്ന് ഒഴിവാക്കി തരണം. എന്താ കേസോ? അല്ല, ഈ ആഫ്രിക്കൻ മുഷിയെ ഒരു മനുഷ്യൻ എങ്ങനെയും ഒപ്പിച്ചെടുക്കുമ്പോ അതിനെ ചവിട്ടി തത്താ നിൽക്കുന്നു. സാറേ ഇത് എങ്ങനെയാലും ഒന്ന് ഒഴിവാക്കി തരാം സാറേ, കഷ്ടമുണ്ട് സാറേ. എടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ കേസ് ആരാണ് പറഞ്ഞതെന്നറിയാവോ? ഈ സംരക്ഷകരുണ്ടല്ലോ, പരിസ്ഥിതി സംരക്ഷകരാണ് ഈ കേസ് തന്നത്. അതുകൊണ്ട് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ, നടപടി നമുക്ക് എടുത്തേ പറ്റൂ. അമ്മാവ എന്തോ ചെയ്യും നമ്മള്? എന്ത് വേണമെങ്കിലും കൊടുക്കാതെ പറയടാ. എന്ത് വേണേലും ഞങ്ങൾ കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് മാങ്ങ കൊടുത്താലേ? മാങ്ങ വിറ്റില്ല നിങ്ങൾ ഇതുവരെ. ഇങ്ങനെ അണ്ടി പോയ അണ്ണാനെ കുടിക്കാനോ സാറിന് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടു. ശരി മക്കളെ, ഞാൻ പെട്ടെന്ന് എടുത്തു. സാറേ കഷ്ടമുണ്ട്, ഈ കേസ് എങ്ങനെയാലും ഒന്ന് ഒഴിവാക്കി തരണം. സാറേ കഷ്ടമുണ്ട് സാറേ, എന്തോ ചെയ്യാനാ, ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല. സാറിനോട് 10,000 രൂപയൊക്കെ തന്ന് ഞങ്ങൾ ഒന്ന് ഒപ്പിക്കാം സാറേ. എടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇച്ചിരി പൈസ ഇറക്കേണ്ട പരിപാടിയാണ്. 1,00,000 രൂപയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല സാറേ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ അടുത്ത് പറഞ്ഞാലും മനസ്സിലാവൂല. എടാ ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അന്നാനം ആടിക്കൊണ്ട് നടക്കുവാണ് അവിടെ. ഇടാ എന്തോ ചെയ്യും നമ്മള്? സാറേ എന്നാ സാറേ കഴിച്ചോ സാറേ. എന്തോ ഇത് മാങ്ങ അടിച്ച ജ്യൂസും പിന്നെ ഇത് മാങ്ങ പൂളിയതും. ഇതിന്റെ മാങ്ങാണ്ടി എവിടെ? ഇവൻ പറഞ്ഞു ഒരു കാരണവശാലും മാങ്ങാണ്ടി എടുത്ത് കാലിലെറിയരുതെന്ന്. അതുകൊണ്ട് ഞാൻ കനാലിലങ്ങ് കളഞ്ഞു. ആ വെരി ഗുഡ്. ഈ കനാലിന്റെ കണക്ഷൻ എങ്ങോട്ടായിരുന്നു? കായല്ലേ. എടാ ഇയാളെ ജയിലിടുന്ന രക്ഷപ്പെടൂല. എന്റെ അമ്മാവ നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചത്? നീ അല്ലേടാ പറഞ്ഞ കായലിലെറിയരുതെന്ന്. കനാലിലോട്ടങ്ങ് എറിയാവോ? എടാ നിനക്ക് 1,00,000 രൂപയല്ല 2,00,000 രൂപയാണ് അടയ്ക്കേണ്ടത്. ഗോൾഡൻ മഞ്ചിൽ ഡയമണ്ട് മഞ്ച് അടിച്ചു തന്നേ സാറേ. എന്നിട്ട് സാറേ 2,00,000 രൂപ കായലും കടലും മാലിന്യമാക്കിയതിന്. സാറൊന്ന് ആ ജനലിന്റെ വെളിയിലോട്ടും നോക്കിക്കേ. പുതിയ പാലം പണിഞ്ഞ? അയ്യോ അത് പുതിയ പാലമല്ല, നാട്ടാരെറിയിച്ചോടെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയും പാട്ടയുമാണ്. എന്റെ മോളിൽ കൂടെ കയറി കഴിഞ്ഞാൽ അക്കരെ ഇറങ്ങാം. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ 4 മാങ്ങാണ്ട് എറിഞ്ഞത് എത്ര വലിയ കുഴപ്പം. ഒരുപാട് മെസ്സേജ് ഒന്നും പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല. ഇവിടെ ക്ലൈമാക്സിന് ചിരിയാണ് ആവശ്യം. എന്നാ പിന്നെ മക്കളെ അമ്മ നേരെ മുണ്ടക്കയത്തോട്ട് പോവുക. എന്നിട്ട് ഒരു മെയ് മാസം ആവുമ്പോഴൊക്കെ വരാം. എന്തിനാ? അതാവുമ്പോ ചക്ക സീസണ്, ചക്കയും കൊണ്ട് വരാം. ഒരു മാങ്ങാണ്ടി കൊണ്ട് 2,00,000 രൂപ എനിക്ക് ഫൈൻ അടക്കണ്ടേ? താണ്ട്രാ 200 കുരുവുള്ള ചക്കയും കൊണ്ട് വരാൻ പോന്നു. ഞാൻ എന്റെ വീട് വിറ്റാ